വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA-യിലേക്കും DCC അധ്യക്ഷൻ ND അപ്പച്ചനിലേക്കും അന്വേഷണം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ഇരുവരെയും വിളിച്ചു വരുത്തും. അതേസമയം വിജയന്റെ കത്ത് വായിച്ചു നോക്കിയില്ലെന്ന KPCC അധ്യക്ഷൻ K. സുധാകരന്റെ വാദം പൊളിയുന്നു. KPCC അധ്യക്ഷൻ പറയുന്നത് പച്ചക്കള്ളമെന്ന് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. കുറിപ്പ് മുഴുവൻ വായിച്ചിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവഗണിച്ചെന്നും NM വിജയന്റെ മകൻ വിജേഷും ഭാര്യ പത്മജയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമം നടന്നുവെന്നും വിജേഷും പത്മജയും പ്രതികരിച്ചു. ആദ്യം ആ പ്രതികരണമെന്ന് കേട്ടുവരാം. പക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ആ കത്ത് കിട്ടിയിട്ടില്ല എന്നാണല്ലോ. കത്ത് തുറന്നു നോക്കി വായിക്കുകയും ചെയ്തു. 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പം ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിൽ നിന്ന് വന്ന ഇതെനിക്ക് അങ്ങ് ഗ്രഹിച്ചില്ല. കാരണം കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചത്. അത് അവർക്ക് ഈ പാർട്ടിയും ഈ പ്രവർത്തനമൊന്നുമല്ല അവർക്ക്. ശരിക്കും IC ബാലകൃഷ്ണനും സംഘവും ആണ് ഈ മരണത്തിന് ഉത്തരവാദികൾ എന്നാണ് ഈ കത്ത് വായിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണോ കണക്കാക്കുന്നത്? അതെ, ഞങ്ങൾ നേരിട്ട് കൊടുത്ത സാധനം കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല, അത് കുടുംബ പ്രശ്നമാണെന്ന് പിന്നെയും അവർ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം പിന്നെ നമ്മൾ ഇപ്പം തന്നെ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ രണ്ട് പ്രമുഖ നേതാക്കളിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് കഷ്ടമുള്ള കാര്യമല്ലേ. നിയമനക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. ദീപക് മോഹനും സാനിയ മുനമിയും ചേരുന്നു വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആദ്യം ദീപക്, അന്വേഷണം ഏതു ഘട്ടത്തിലാണിപ്പോൾ? ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അവർക്ക് പരാതിയുണ്ട്, ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്, ആത്മഹത്യാക്കുറിപ്പിൽ നേതാക്കന്മാരുടെ പേരുണ്ട്. ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും കണ്ടെത്താതെ തന്നെയാണ് PP ദിവ്യക്കെതിരെ കേസ് വരുന്നതും PP ദിവ്യ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായിട്ടും ഇവിടെ ആത്മഹത്യാക്കുറിപ്പുണ്ടായിട്ടും കുടുംബത്തിന് പരാതി ഉണ്ടായിട്ടും ഇതുവരെയും അന്വേഷണം IC ബാലകൃഷ്ണനിലേക്ക് എത്തിയിട്ടില്ല. IC ബാലകൃഷ്ണനിലേക്കും ND അപ്പച്ചനിലേക്കും KK ഗോപിനാഥിലേക്കും ഒക്കെ അന്വേഷണം ഇപ്പോൾ പോകുമോ? വിജിലൻസിന്റെയും പോലീസിന്റെയും അന്വേഷണം ഏതു ഘട്ടം വരെ എത്തി? ദീപക്. അരുൺകുമാർ, ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഇതുമായി ബന്ധപ്പെട്ട് DCCയുടെ മുൻ പ്രസിഡന്റുമാർ, DCCയിലെ അംഗങ്ങൾ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച കാലഘട്ടത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഈ ND അപ്പച്ചൻ, അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLA എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. സുൽത്താൻ ബത്തേരി DYSPയുടെ കീഴിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്നത് വിജിലൻസ് ആണ്. നിലവിൽ, അതായത് കഴിഞ്ഞ ദിവസം ഈ NM വിജയന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഇന്ന് രാവിലെ നമ്മളോട് അവർ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടു. ഈ പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മുൻ DCCയിലുള്ള ആളുകൾ ഈ കേസിൽ പങ്കുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപെടൽ നടത്തി ഈ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 8 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ഒരിടത്ത് ഈ ഏതൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള ഭാഗം കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. ഇവരെ പോലീസ് വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. നിലവിൽ അന്വേഷണ സംഘം ഈ ആത്മഹത്യാക്കുറിപ്പുമായി കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തും. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ കേസിൽ സാമ്പത്തികമായി ഇടപെടൽ നടത്തുന്നതിനായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി DYSP മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചത്. അരുൺകുമാർ.